രാത്രി 12 മണിക്ക് ഒരു ഷാർജ കുടിക്കുന്ന ആഗ്രഹമായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. നമ്മുടെ തൃശ്ശൂർ കുറേ കിടന്ന് നടന്നു കേട്ടോ. അപ്പോൾ ഒരു കടയും നമ്മുടെ അവിടെ തുറന്നിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഗൂഗിളിനോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കടയുടെ ലൊക്കേഷൻ ഞങ്ങൾ കാണിച്ചു തന്നു. അത് ഓപ്പൺ ആണോ അല്ലേ നമുക്ക് അറിഞ്ഞൂടാ. നമ്മുടെ സെൻറ് തോമസ് കോളേജിൻ്റെ അവിടെയാണ്. കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ചെറിയൊരു ഉടുക്ക് വഴി കൂടിയാണ് പോണത്. ഇനി അവിടെ ചെന്നിട്ട് ഓപ്പൺ ആണോ എന്നല്ലേന്ന് കണ്ടറിയേണ്ടി വരും. കട ഓപ്പൺ ആണ് കേട്ടോ. പക്ഷേ ഇനി എന്തെങ്കിലും കഴിക്കോ കിട്ടോ ഇല്ല എന്നുള്ളത് ചോദിച്ചറിയേണ്ടി വരും. അപ്പോൾ ഡോറ് തുറന്ന് ഉള്ളിൽ കയറിയ വെച്ച് തന്നെ സൊമാറ്റോയും സ്വിഗ്ഗിയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഉറപ്പായി. മോബിൻ ചേട്ടനും ഷീനോനും എന്തൊക്കെയാണ് കഴിക്കാൻ കിട്ടുക എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷേ എല്ലാം നമുക്ക് കിട്ടിയെന്ന് വരില്ല, കാരണം രാത്രി 12 മണിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒരു 3 ഷാർജ ഓർഡർ ചെയ്തു. പിന്നെ സാധാ ഒരു നോർമൽ ചീസ് ബർഗറും. ഇനി അത് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതുപോലെ ഈ ഹോസ്റ്റലിലത്തെ 2 പിള്ളേർ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മൊത്തം 5 ആളല്ലോ. അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. കൂട്ടുകാരൊക്കെ ആയിട്ട് വന്നിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇപ്പം ഇനി ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരണേ. അപ്പോൾ രാത്രി 12 മണി 1 മണി 2 മണി നേരത്തൊക്കെ ഷാർജ കുടിക്കാനല്ല ബർഗർ കഴിക്കാനൊക്കെ ആഗ്രഹമാണെങ്കിൽ ഇങ്ങോട്ട് പോരാട്ടാ. ഇനി ഇവിടുത്തെ ടേസ്റ്റിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ഷാർജ വന്നിട്ടുണ്ട് 3 എണ്ണം. ഇനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഇതാ ബർഗർ കൂടി നമുക്ക് സാധാരണ നോർമലി ചീസ് ബർഗറാണ്. അത് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. എനിക്ക് തോന്നിയ വ്യത്യാസം ഇതാണ്. സ്ട്രോബെറി അല്ലെങ്കിൽ ഏതെങ്കിലും ഇട്ടിട്ട് ഐസ്ക്രീം ബോർഡ് സ്കൂപ്പ് ഇട്ടിട്ട് അടിക്കും. അത്ര തന്നെ ഉള്ളൂ. അതായത് ഷാർജ അതിഗംഭീരം എന്നൊന്നും പറയാൻ പറ്റില്ല. സാധാരണ നോർമൽ ഒരു ഷാർജ. എന്നാലും ഈ നേരത്തെ 12 മണി നേരത്തൊക്കെ ഷാർജ കിട്ടാന്ന് വെച്ചാൽ നമ്മുടെ എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ കിട്ടുള്ളൂന്നുണ്ട്. ഇനി പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ തൃശ്ശൂർ ഇതുവരെയൊക്കെ നല്ല ഷെയ്ക്ക് കിട്ടണം. ഈ നേരത്തെ ഷെയ്ക്ക് കിട്ടണ വല്ല കടയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇതാണ് കിട്ടിയത്. ഇനി ബർഗർ എങ്ങനെയുണ്ടെന്ന് ഷീനോ കഴിച്ച് നോക്കിയിട്ട് പറയും. ഷീനോ നമ്മുടെ ഷെഫാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൻ ബർഗറിൽ അസ്വസ്ഥനാണ്. സത്യം പറഞ്ഞാൽ വലിയ കാര്യമില്ല. ഞാനും കഴിച്ച് നോക്കിയപ്പോൾ, അതായത് നമ്മൾ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു ബർഗറിൻ്റെ മെയിൻ സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തേക്കൊന്നും ഈ സാധനം എത്തിയിട്ടില്ല. ജസ്റ്റ് നോർമലി ഒരു ബർഗർ അത്രേ ഉള്ളൂ. ഒരു വികാരമില്ല. ഇനി ഒരു കമൻറ്റ് കൂടി നമുക്ക് നോക്കിയാവും. ഇനിയിപ്പോൾ എന്തായാലും ഓർഡർ ചെയ്തു. ഈ നേരത്തെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയില്ല, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സോസൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പടക്കന്നെ. അപ്പോൾ അങ്ങനെ മോമിൻചേട്ടൻ അത് ഫിനിഷ് ചെയ്യാനുള്ള സെറ്റപ്പിലാണ്. ഞാൻ എന്തായാലും ഒരു കടിയിൽ കൈ നിർത്തി, ഷീനോനും നിർത്തി. ഷെയ്ക്ക് എന്താ പറയുക, ഷീനോനൊന്നും സെറ്റായില്ല. അപ്പോൾ അവൻ ഒരു ലൈമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈമ് ഞാനും കുടിച്ച് നോക്കി, അടിപൊളി. ഞാൻ കുടിച്ചതിൽ വെച്ചൊരു സൂപ്പർ സാധനമായിരുന്നു. കാരണം ഒരു കയ്പ്പ് അങ്ങനത്തെ ചോയും കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി സാധനമായിരുന്നു. ലൈമ് അടിപൊളി ഉണ്ടോ. പിന്നെ ഓർഡറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വിഗ്ഗിയിലും എന്താ പറയുക, നല്ല ഓർഡറുകളാണ് ഈ നേരത്ത്. റേറ്റും കാര്യങ്ങളൊക്കെ നോർമലാണ്. സാധാ ഓവർ എമൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, നോർമലാണ്. പക്ഷെ നമ്മളിത് കഴിച്ചതിൻ്റെ ഒരു എന്താ പറയുക, ഒരു എഫക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഒരു ചായ കുടിക്കാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. നിങ്ങൾ ഈ ലൊക്കേഷൻ നോക്കിയത് വെച്ചോ. കാരണം എങ്ങാനും ഷാർജ കുടിക്കുന്ന ആഗ്രഹം ഒരു 12 മണിക്കോ 1 മണിക്കൊക്കെ തോന്നി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോരെ. അടിപൊളി സ്ഥലം എന്നൊന്നും പറയാൻ പറ്റില്ല. നോർമലി നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാർജ കുടിച്ചിട്ടൊന്ന് പോവാം. എന്നാൽ വയറിന് കംപ്ലൈൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നോർമലായിട്ട് കഴിച്ച് പോകാവുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ നേരെ മിൽമേർ അടിക്കാവുന്നുണ്ട്. ഇത് നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്പോട്ടായിരിക്കും. നമ്മുടെ MG റോട്ടിലാണ്. ഇത് ഫുൾ ടൈം ഓപ്പൺ ആണ് കേട്ടോ. 24 മണിക്കൂർ ഓപ്പൺ ആണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചായയൊക്കെ കുടിക്കാറുണ്ട്. ഇതിനെ പറ്റി നമുക്കൊന്നും പറയാനില്ല, കാരണം വണ്ടി ഉള്ളിലാണ്. ഇതിനെ വെള്ളാനായിട്ട് വേറെ സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചായ ഞാൻ കുടിച്ചതിൽ ഇച്ചിരി ടോപ്പ് സ്ഥലമാണ്. അങ്ങനെ ഒരു 3 ചായയും 1 മുട്ടയും. പിന്നെ ഷീനോൻ ആദ്യം ഒരു ഉണ്ണിയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷീനോ കഴിച്ചപ്പോൾ ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒരു 5 കൂടിയും പറഞ്ഞു. പിന്നെ ഒരു കൊട്ട കേക്കും, പിന്നെ ഈ മുട്ടയുടെ ഒരു ഐറ്റം. ഇതാണ് ഞങ്ങൾ കഴിച്ചത്. അടിപൊളിയായിരുന്നു. ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പരമാവധി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.